എപ്പിസ്കോപ്പൽ ശുശ്രൂഷ മേൽനോട്ടത്തിന്റെ ശുശ്രൂഷയാണ്. തന്റെ പൂന്തോട്ടത്തിലെ പൂക്കളുടെ ലാവണ്യത്തിൽ തുടങ്ങി ഓരോ തലമുറയിലും സമകാലീന യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ദൈവരാജ്യവും അതിന്റെ നീതിയും വെളിപ്പെടുത്തുന്നതിന്റെ മേൽനോട്ടക്കാരനാവാൻ തിരുമേനിയെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അഭിവന്ദ്യ യൂയാക്കീം മാർ കൂർലോസ് തിരുമേനിയുടെ ജീവിതപാതയുടെ സുപ്രധാന നാഴികക്കല്ലുകൾ ഈ സഭ എത്ര അനുഗ്രഹീതമായിരിക്കുന്നു എന്നു മാത്രമല്ല, ഈ ഭൂമി എത്ര സുന്ദരമാക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവവചനം ജീവിതഗന്ധിയാക്കി പ്രേക്ഷിത വൃത്തിയിൽ മുന്നേറുന്നത് തിരുമേനിയുടെ സവിശേഷതയാണ്. നവനീയമായ ശൈലിയും നൂതന ആശയങ്ങളും ഏവരോടും സംവേദനം ചെയ്യുന്നതിന് തിരുമേനിക്ക് പ്രത്യേക നൈപുണ്യമുണ്ട്. തിരുമേനി ശുശ്രൂഷ ചെയ്ത അടൂർ മാവേലിക്കര, റാന്നി, നിലയ്ക്കൽ, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, കോട്ടയം, കൊച്ചി ഭദ്രാസനങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ആരംഭം കുറിക്കുവാൻ തിരുമേനിക്ക് ഇടയായി. അശരണർ, ആലംബഹീനർ ഇവർക്കായി തുറക്കപ്പെട്ട സേവന ശുശ്രൂഷ സരണികൾ തിരുമേനിയുടെ ഹൃദയം തൊട്ടുള്ള പദ്ധതികളാണ്. പിടവൂർ ആശാഭവൻ ചെറുപ്പകാലത്ത് പോളിയോ ബാധിതനായിരുന്നത് ഓർത്തുകൊണ്ട് അംഗവൈകല്യമുള്ളവർക്കായി ഒരുക്കിയ സ്ഥാപനം. പള്ളിപ്പാട് ദീപ്തി ബാലികാ ഭവൻ തീരദേശങ്ങളിലെ കുട്ടികൾക്കായി തുടങ്ങിയതാണിത്. തള്ളപ്പെട്ടവരും മരിക്കുവാൻ പോലും ഒരുങ്ങിയിരിക്കുന്നതുമായ പെൺകുട്ടികൾക്കായുള്ള ആശ്രയ കേന്ദ്രമായിരുന്നു ഇത്. ജ്യോതിസ് മാവേലിക്കര മാനസികമായി വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ പാർപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കരുതലിന്റെ കൂടാരമാണിത്. മാർത്തോമാ സഭയിലെ ദയറ പ്രസ്ഥാനത്തിന് സന്യാസിനി സമൂഹത്തിന് 1996 ജനുവരി 1 പ്രാരംഭം കുറിച്ചത് ഈ കാലയളവിലും തിരുമേനിയുടെ നേതൃത്വത്തിലുമാണ്. പുനലൂരിലെ ബോയ്സ് ഹോമും സ്കൂളും ദയറ പ്രസ്ഥാനത്തിന്റെ ചുമതലയിൽ അനുഗ്രഹീതമായി നടന്നുവരുന്നു. പ്രഥമ ഭദ്രാസനത്തിൽ തന്നെ പുതുതലമുറയുടെ ആവശ്യകത മുന്നിൽ കണ്ട് പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് സാധ്യമായി. റാന്നി, നിലയ്ക്കൽ ഭദ്രാസനം സൗഖ്യമായിട്ടും ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത വിധം രോഗം ബാധിച്ച സമൂഹത്തിൽ മാനസിക രോഗം മാറിയിട്ടും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാത്ത പ്രിയപ്പെട്ടവർക്ക് പുതുജീവിതം നൽകുന്ന ഇടത്താവളം ഹാഫ് വേ ഹോം. റാന്നി ദീപം ബാലികാ ഭവൻ അകലങ്ങളിലെ അത്ഭുതം പോലെ അല്പം സുരക്ഷിതത്വത്തിന്റെ വെളിച്ചം അകലെയെങ്കിലും ആശ്രയമാകുകയാണിവിടെ. ദേശഭേദമില്ലാതെ സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. കേരളത്തിലെ വനമേഖലയിലെ ജനങ്ങളുടെയും കുടിയേറ്റ സമൂഹത്തിന്റെയും ഉന്നമനത്തിനും വിശ്വാസ പരിപോഷണത്തിനുമായി തിരുമേനി കൊക്കാത്തോട് എന്ന പ്രദേശത്ത് പള്ളികൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി. ദൈവസ്നേഹത്തിന്റെ നിറവിൽ കരുതലിന്റെ കരസ്പർശവുമായി സേവനത്തിന്റെ പാതയിൽ കേരളത്തിനു പുറത്ത് തിരുമേനി ആരംഭിച്ച ദൗത്യ മേഖലയാണ് ഒറീസയിലെ കളഹാണ്ടി മിഷൻ. ഇവിടെ സ്കൂളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സുവിശേഷ വയൽ പ്രദേശവും നമുക്കുണ്ട്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസനത്തിലായിരുന്നപ്പോൾ മെക്സിക്കോയിലുള്ള തീരദേശവാസികളുടെ പുനരധിവാസത്തിനും ആഗോള പരിവർത്തനത്തിനുമായി തുടങ്ങിയ മെക്സിക്കോ മിഷൻ, നേറ്റീവ് അമേരിക്കൻ മിഷൻ എന്നിവ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ്. നീണ്ടു നിവർന്നു നിൽക്കുന്ന മലമേടുകളിൽ നിന്നുള്ള ഈ നീർച്ചോലകൾക്കും മലഞ്ചരിവുകൾക്കും അപ്പുറം നാം എത്തുന്നത് ഇടുക്കി ജില്ലയിലെ പ്രകൃതി രമണീയമായ നയനമനോഹരമായ മഞ്ചുമലയിലേക്കാണ്. വണ്ടിപ്പെരിയാറിലെ തേയിലച്ചെടിയുടെ കൊളുന്തു നുള്ളുന്ന ജനസമൂഹത്തിന്റെ തോട്ടം തൊഴിലാളികളുടെ ആലകളിലെ കുട്ടികളുടെ മനോവിഭ്രാന്തികളെ കണ്ട് അഭിവന്ദ്യ തിരുമേനി ആരംഭിച്ച ഭിന്നശേഷിയുള്ളവർക്കായുള്ള ആശ്രയ കേന്ദ്രമാണ് സ്നേഹ സങ്കേതം. ഇവിടെ ഒരു ആലയവും പരിചരണ കേന്ദ്രവുമുണ്ട്. ഇവിടെ കുടിയേറപ്പെട്ടവരുടെ പുതുതലമുറയുടെ ആരാധനയ്ക്കായി മ്ലാമലയിൽ ഒരു ആലയം രൂപീകരിച്ചു. കൊട്ടാരക്കര, പുനലൂർ. ഏതൊരു മനോഹര ശില്പത്തിനും ഒരു ശില്പിയുടെ കഠിനാധ്വാനത്തിന്റെയും സ്വയ സമർപ്പണത്തിന്റെയും സ്വാംശീകരണമാണുള്ളത്. നിന്റെ അധ്വാനമാണ് നിന്റെ ആരാധന എന്ന വാക്കുകളിൽ
ക്രിസ്തുവിന്റെ ശാഠ്യവും നിർബന്ധവും ചേർത്തുവച്ചതാണ് നാം ഇന്ന് കാണുന്ന കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം. കൈരളിയുടെ മഹത്വം കടലുകൾക്കും അപ്പുറമെത്തിച്ച കഥകളിയുടെ നാടായ കൊട്ടാരക്കരയും പുനത്തിന്റെ ഊരായ പുനലൂരും ചേർത്തുവെച്ച് പുതുഗാഥ രചിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്നതിന് ഈ ഭദ്രാസനം ഒരു നേർസാക്ഷ്യമാണ്. ഭയത്തിന്റെ വാളയാറുകൾ വർദ്ധിച്ചു വരുന്ന ഇന്നുകളിൽ നമ്മുടെ സമൂഹത്തിലെ ശിഥില കുടുംബങ്ങളിലെയും വിവിധ കാരണങ്ങളാൽ കരുതൽ ആവശ്യമുള്ളവരുമായ പെൺകുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് അഭയം. കുന്നംകുളത്തെ പുരാതനമായ ചീരൻ കുടുംബത്തിൽ 1951 നവംബർ മാസം 25 തീയതി ശ്രീ ഇട്ടിമാണി ഇട്ടി അച്ഛൻ കുഞ്ഞിന്റെയും ശ്രീമതി ചാലക്കുഴിയിൽ സാറാമ്മയുടെയും മകനായാണ് തിരുമേനി ജനിച്ചത്. പ്രാഥമിക പഠനം CMS PG LP സ്കൂളിലും മഹാത്മാഗാന്ധി LP സ്കൂളിലും നടത്തി. ശേഷം വളർന്നത് ആദൂർ എന്ന ഗ്രാമപ്രദേശത്താണ്. വയലുകളും പച്ച നിറഞ്ഞ കുന്നുകളും ഉള്ള സാധാരണ ഗ്രാമം. അവിടെയാണ് ഇപ്പോഴത്തെ ഭവനം. തുടർ പഠനം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും ഉന്നത വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും നടത്തി. ജനിച്ചു വളർന്ന ആദ്യ ഭവനം കൈമാറ്റം ചെയ്തുവെങ്കിലും കുടുംബത്തോടും തിരുമേനിയോടുമുള്ള ആദര സൂചകമായി വാങ്ങിയവർ പരിരക്ഷിച്ചു വരുന്നു. 6 മക്കൾ ഓടിക്കളിച്ച മാഞ്ചുവടും വരാന്തയും അകത്തളങ്ങളും സുന്ദരവും ആഭിജാത്യ മര്യാദകൾ വിളിച്ചോതും വിധം സംരക്ഷിച്ചിരിക്കുകയാണെന്ന് അനന്യസാധാരണമായ പ്രതിഭാവിലാസവും മിടുക്കും തിരുമേനി ചെറുപ്പത്തിലെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. വീട്ടിലെ 4ാമത്തെ മകനായിരുന്നതിനാൽ മാതാവിന്റെ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നാണ് യൂയാക്കീൻ എന്ന നാമം ലഭിച്ചത്. തിരുമേനിയുടെ മാതൃഭവനം തിരുവല്ലായിലാണ്. ഗബ്രിയേൽ മക്കുദീശ വിവാഹം കഴിച്ച് ദത്ത് കയറിയ ചാലിശ്ശേരിയിലെ ഭവനത്തിലെ 5ാം തലമുറക്കാരനാണ് തിരുമേനി. അമ്മയുടെ പാരമ്പര്യം മാത്രമല്ല, പ്രാർത്ഥനയ്ക്കും വലിയ സാക്ഷ്യമുണ്ട്. തിരുമേനിയുടെ മാതാവ് തിരുവല്ല ചാലക്കുഴി കുടുംബത്തിലെ ഒരംഗമാണ്. പിതാവ് കുന്നംകുളത്തെ ചീരൻ കുടുംബത്തിലാണ്. ഈ 2 കുടുംബങ്ങളും ആഭിജാത്യവും അതുപോലെ തന്നെ കുലീനത്വവും ഒക്കെ നിറഞ്ഞതാണ്. പിന്നീട് അമ്മ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. ശതകങ്ങളുടെ ധന്യമായ നവീന പൈതൃകമുള്ള അർത്താറ്റ് കുന്നംകുളം മാർത്തോമ ഇടവകയിലെ അംഗമാണ് തിരുമേനി. ഊർസലേമിന്റെ അകത്തളങ്ങൾ, കൗൺസിൽ ചേംബർ ഇവ മറ്റ് അരമനകൾക്ക് മാതൃകയാവുകയാണ്. ഭദ്രാസനത്തെ പച്ചപ്പിൽ നിർത്തുന്നതിന് ഈ ഇടത്തിന്റെ സ്ഥാനം അഗ്രിമമാണ്. തമ്പുരാനോട് ആലോചന ചോദിക്കുന്ന ഇടം, തിരുമേനിയെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുന്ന ഇടം. കഴിഞ്ഞ കുറച്ചു നാളുകൾ കൊണ്ട് മനോഹരത്വം നിറയ്ക്കുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അത്യുദാഹരണമായി മാറി ഈ ഭദ്രാസനത്തിലെ സ്ഥാപനങ്ങൾ. ജൂബിലി മന്ദിരത്തിന്റെ പച്ച പുതപ്പിച്ച പുതു അന്തരീക്ഷവും ഹോസ്പീസിനോട് ചേർന്നുള്ള കെട്ടിട നിർമ്മാണവും അത്ഭുതം നൽകുന്നതാണ്. ഡൈവേഴ്സിഫൈഡ് മിനിസ്ട്രിയിൽ കൂടി വിവിധ രംഗങ്ങളിൽ വേദനിക്കുന്നവരുടെ വേദനയും നിലവിളിക്കുന്നവരുടെ നിലവിളിയും കേൾക്കുന്നതാണ് ദൗത്യ നിർവഹണവും ക്രിസ്തു ദർശനവും എന്ന് തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രുതി മധുരമായ ഒരു ഗാനം പോലെ താളഭേദങ്ങളില്ലാതെ നമുക്ക് പുതുകർമ്മ മേഖലകൾ, സേവന ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തുറന്നു തരികയാണ് തിരുമേനി. ഓരോ യാത്രയിലും ഒരു പുതുദർശനത്തിന്റെ പാത തിരുമേനി ഒരുക്കുന്നുണ്ട്. ഈ ഇടയ പാദങ്ങൾ ഇനിയും ചലനാത്മകമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം.